ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഷൈനി മധുസൂദനൻ അമ്മച്ചി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിരുന്നു. ലൈവിന്റെ ഉള്ളടക്കം വേറൊന്നുമല്ല, അമ്മച്ചിയെ നാട്ടുകാരെല്ലാവരും കൂടി തെറിവിളിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലൈവ് ഇട്ടത്. അപ്പോ നമ്മുടെ ഈ അമ്മച്ചിയെ നാട്ടുകാരെല്ലാവരും തെറിവിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയോ? വേടനെ കുറ്റം പറഞ്ഞിരുന്നു, അതേപോലെ നമ്മുടെ ഈ സ്വാമിജിയെ കുറ്റം പറഞ്ഞിരുന്നു. ഇവരെയൊക്കെ തെറിവിളിച്ചുകൊണ്ടായിരുന്നു അമ്മച്ചി ലൈവ് ഇട്ടതേ ഓർമ്മയുള്ളൂ. അതിനുശേഷം നാട്ടുകാരെല്ലാവരും പൊങ്കാലിടുന്നതാണ് കണ്ടത്. അമ്മച്ചി എന്തായാലും അമ്മച്ചിയുടെ പേജിൽ കമന്റ് ബോക്സ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ വീഡിയോ ആരെല്ലോ ഷെയർ ചെയ്ത് ആ പേജിൽ പോയിട്ടാണ് നാട്ടുകാരുടെ തെറിവിളി. എന്തായാലും അതിനെക്കുറിച്ച് അമ്മച്ചി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു ലൈവ് ഇട്ടിരുന്നു. അതിന്റെ കുറച്ച് ഭാഗം കണ്ടിട്ട് അമ്മച്ചിക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. പ്ലേ ചെയ്യാം. അപ്പൊ അത് തുറന്നു നോക്കുമ്പോ അതിനകത്ത് എന്നെ തെറി വിളിച്ചുകൊണ്ട്, അതായത് ഈ ചത്ത് കിടക്കുന്ന പോത്തുവരെ എണീറ്റ് ഓടും, ആ ജാതികളുടെ തെറിയാണ്. എന്തുകൊണ്ടാണ് നാട്ടുകാർ നിങ്ങളെ തെറി വിളിക്കുന്നത്? നിങ്ങൾ പറയുന്ന വാക്കുകളിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടല്ലേ? മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, വർഗീയത കൊണ്ടാണ് ഇവളെ പോലുള്ള ആളുകളെയൊക്കെ ജനങ്ങൾ തെറി വിളിക്കുന്നത്. അല്ലാതെ ഇതേപോലെയുള്ള ആളുകളൊക്കെ സംഘിണിമാരാണെന്ന് വിചാരിച്ചു കൊണ്ടൊന്നല്ല. ഇവളുടെ വായ തുറക്കുന്നത് രണ്ട് സംഭവത്തിനാണ്. ഒന്ന് ഭക്ഷണം കഴിക്കാൻ, മറ്റൊന്ന് വർഗീയത പറയാൻ. അങ്ങനെയുള്ള ആളുകളെ മലയാളികൾ അടുപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെയുള്ള കുറച്ച് ചാണകങ്ങളുണ്ട്, അവന്മാര് തലയിൽ വെച്ച് നടക്കും. അല്ലാതെ ഇവിടെയുള്ള ബുദ്ധിയും വിവരമുള്ള എല്ലാ ജനതയും നിങ്ങളെ പോലുള്ള ആളുകളെ തെറി വിളിച്ചിട്ടില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതേപോലത്തെ ഇനി ഇങ്ങനെയും തെറി വിളിക്കാം, ഇങ്ങനെയും തെറികളുണ്ട് എന്നുള്ളത്. ആണോ? അപ്പൊ അമ്മച്ചി ഇടക്കിടക്ക് ലൈവിലൊക്കെ വന്നിട്ട് വിളിക്കുന്ന തെറിയൊന്നും തെറിയായിട്ട് തോന്നില്ലല്ലേ? നാട്ടുകാരെ വിളിക്കുന്ന തെറിയാണ് തെറിയായിട്ട് തോന്നുന്നത് അല്ലേ? അമ്മച്ചി പല സമയത്തും ലൈവ് ഇടുന്ന സമയത്ത് ലൈവിന്റെ ഇടയിലൊക്കെ പാച്ച തെറിയൊക്കെ വിളിക്കുന്നത് കാണാൻ പറ്റും. അതൊന്നും തെറിയല്ല. പക്ഷെ നാട്ടുകാരെ അമ്മച്ചിയെ വിളിച്ച തെറിയെന്നാണ് അമ്മച്ചി പറയുന്നത്. നിങ്ങളെ പോലുള്ള ചാണക സംഘിണിമാരെയൊക്കെ നാട്ടുകാർ തെറി വിളിക്കുന്നതിന്റെ കാരണം നിങ്ങൾ പറയുന്ന വർഗീയതാണ്. അല്ലാതെ നിങ്ങൾ മാന്യമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് സംഗീതരം കാണിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാട്ടുകാർ തെറി വിളിക്കില്ല. പക്ഷെ പൊട്ടൻ സംഖ്യയായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മനോനില ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ എല്ലാവരും വന്ന് പൊങ്കാലിടുന്നത്. മനസ്സിലാക്കുക. അപ്പൊ നമ്മള് കേട്ട തെറികളൊന്നുമല്ല. അമ്മച്ചി ഇത്രയും ഫീൽ ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അമ്മച്ചി എന്തായാലും നാട്ടുകാരെല്ലാവരും പൊങ്കാലിട്ടിട്ടുണ്ട്. പൊങ്കാലിടാനുള്ള കാരണം വേറൊന്നല്ല, വേടനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ ഇത്രമാത്രം അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ലൈവ് ഒക്കെ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള തീട്ടസംഘടനകൾക്കേ പറ്റൂ. ഇനിയും സർവകലാശാലകളാണ്, അതായത് ഇതിന്റെ തെറിവിളിയുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ തെറിവിളിയില് PhD എടുത്ത് റിസർച്ച് ചെയ്ത് PhD ഒക്കെ എടുത്ത് പാസ്സായിട്ടുള്ള ആൾക്കാരാണ് വന്ന് തെറിവിളിക്കുന്നത്. തെറിവിളിയിൽ PhD ഒക്കെ എടുത്ത് നാട്ടുകാരെ തെറിവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിളയാടുന്നത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരായിട്ടുള്ള സംഖ്യകളാണ്. അവരാണ് കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തീട്ടം വാരി എറിയുന്നത് പോലെ പച്ച തെറി ചെയ്ത് വെക്കുന്നത്. അല്ലാതെ മറ്റുള്ള ആളുകളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ തെറി വിളിക്കാറുള്ളൂ. അപ്പോ ഈ തെറി വിളിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇവന്മാരുടെയൊക്കെ ജനിപ്പിച്ചു വിട്ട തള്ള പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരമാണ്. അപ്പൊ ഇവളെ പോലുള്ള ആളുകളൊക്കെ ലൈവിൽ തെറി വിളിക്കുന്ന സമയത്ത് നിന്റെ അമ്മ പഠിപ്പിച്ചു തന്ന സംസ്കാരമാണെന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾക്കും പറയാലോ അല്ലേ? നാട്ടുകാർ നിങ്ങളെ തെറി വിളിച്ചത് നിങ്ങൾ പച്ച വർഗീയത പറഞ്ഞത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുന്നത്? അത് നിങ്ങളുടെ അമ്മ പഠിപ്പിച്ചു തന്ന പഠിപ്പായതിനെ കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇവിടെ വന്നിട്ട് എന്നെ പറയുന്നത്? അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരാളെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ തെറി പറയുന്നവന് ഉളുപ്പില്ലെങ്കിൽ കേൾക്കുന്നവന് ഉളുപ്പുണ്ടാവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? ഒരാളെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിക്കുമ്പോൾ ആ പറയുന്നവന് ഉളുപ്പില്ലെങ്കിൽ കേട്ട് നിൽക്കുന്ന ഞമ്മക്കും ഉളുപ്പ് വേണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളൊരു അസൽ ചാണക സംഘിണിയാണെന്ന് നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം തെറി വിളിക്കുന്നത് അവർക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് നിന്നെ പോലുള്ള ആളുകളൊക്കെ നാട്ടുകാരനെ തെറി വിളിച്ചപ്പോൾ അവർക്ക് ഉളുപ്പില്ലെങ്കിൽ, അതായത് തെറി വിളിച്ച ആളുകൾക്ക് ഉളുപ്പില്ലെങ്കിൽ എനിക്കും ഉളുപ്പില്ല എന്ന് പറഞ്ഞ് ഇതേപോലെയുള്ള ചാണക സംഘിണികളുടെയൊക്കെ തലച്ചോറ്റിനകത്ത് ചാണകമാണെന്ന് പറഞ്ഞതിൽ തെറ്റ് പറയാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. കാരണം അതാണ് യാഥാർത്ഥ്യം. ചാണക സംഘടനയാണ് ഇതൊക്കെ. കാരണം എന്താ വെച്ചാല് പച്ചത്തറി പറയുന്നതും തോന്നിവാസങ്ങൾ പറയുന്നതും ഒക്കെ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്ത് വെക്കുന്നത് പോലെയല്ല, സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് പച്ചത്തേറി വിളിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോനില. അപ്പൊ നിങ്ങൾക്കും അതേ ഒരു മനോനില തന്നെയല്ലേ ഉള്ളത്. അവര് മുഖമൊന്നും കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ തെറി ചെയ്ത് വെക്കുകയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടുകൊണ്ട് മുസ്ലിംസിനെതിരെ പച്ചത്തെറിയൊക്കെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അതേ മനോനില തന്നെയാണെന്ന് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ പറയുന്നല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുന്ന ആളുകളെക്കാൾ ഏറ്റമുള്ള ഒരു തെറിക്കാരി തന്നെയാണ് നമ്മുടെ ഈ സംഘടന അമ്മച്ചി. കാര്യം എന്താണെന്ന് പോലും പറയാതെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞത് സ്വാമിക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ, ഇതിൽ ഏതിലാണ് തെറി വന്നതെന്ന് എനിക്കൊരു പിടിയില്ല. വേടനെതിരെ പറഞ്ഞത് കൊണ്ടാണോ സ്വാമിക്കെതിരെ പറഞ്ഞത് കൊണ്ടാണോ എങ്ങനെയാണ് തെറി വന്നതെന്ന് ഒരു പിടിയില്ല എന്നാണ് അമ്മച്ചി പറഞ്ഞുകൊണ്ടുവരുന്നത്. അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നാട്ടുകാരെല്ലാവരും തെറി വിളിക്കും. കാരണം വർഗീയത പറയുന്ന ആളുകളെ മലയാളികൾക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. ആ ഒരു കാറ്റഗറി തന്നെയാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ വേടനെ പോലുള്ള ഒരാളെ വിമർശിക്കുമ്പോൾ നാട്ടുകാരെ തെറി വിളിച്ചിട്ടില്ലെങ്കിലാണ് അതിശയിക്കാനുള്ളത്. കാരണം വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, അത്യാവശ്യം കുറെ ഫാൻസ് ഉള്ള ആളാണ്.
അവരെ നിങ്ങളെ മനസ്സിലുള്ള വർഗീയത കൊണ്ട് വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാട്ടുകാർ തെറി വിളിക്കും, അത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ സ്വാമിയെ കുറിച്ചും പറഞ്ഞു. സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ വിമർശിക്കുന്ന ആളാണ്. അതായത് സംഘികൾ കാണിക്കുന്ന സംഘിത്തരം, പൊട്ടത്തരം, അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വിമർശിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആളെയും നിങ്ങൾ വിമർശിച്ചില്ലേ? അപ്പൊ നാട്ടുകാരെ തെറി വിളിച്ചിട്ടില്ലെങ്കിലാണ് അതിശയിക്കാനുള്ളത്. നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തെറി വിളിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ ആ കള്ളസന്യാസി ഇല്ലേ, ആ കള്ളസന്യാസി പനോലി രമേശനെതിരെ ഞാൻ ലൈവ് ഇട്ടിരുന്നു. അത് കാണാനുണ്ട്. ആ സ്വാമിയെ വിമർശിച്ചതിന് ശേഷമല്ല ഇത്രമാത്രം തെറി വന്നത്. എന്തുകൊണ്ട് അതേപോലത്തെ സ്വാമികളെയൊക്കെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളെ പോലുള്ള ആളുകളോടുള്ള വെറുപ്പാണ് അതേപോലുള്ള ആ സ്വാമിമാരെയൊക്കെ നാട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറുന്നത്. വർഗീയത പറയുന്ന നിർത്ത തള്ളച്ചി. അതുകൂടാതെ വേടൻ എന്ത് കാര്യത്തിന്റെ പേരിലാണ് അവാർഡ് കൊടുത്തതെന്നുള്ള രീതിയിലും ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വേടനെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്നുള്ളൊരു മനോനില ഉണ്ടാവുന്നില്ലേ? എന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇടാനുള്ള ഒരു മനോനില ഉണ്ടാവുന്നതിന്റെ കാരണം രാത്രി ശാഖയിലൊക്കെ പോയിട്ട് തലച്ചോറ്റിനകത്ത് ചാണകം കയറി അടിഞ്ഞതിനെ കൊണ്ടാണ്. അല്ലാതെ കുറച്ചെങ്കിലും വിവരമുണ്ടെങ്കിൽ വേടനെ പോലുള്ള ഒരാളെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടില്ല. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് നാട്ടുകാരെല്ലാവരും ഇവളെ വിമർശിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേടനെ വിമർശിച്ചു. വേടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ സ്വാമിയെ വിമർശിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് ഇവളിപ്പോ സോഷ്യൽ മീഡിയയിൽ എയറിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുത്താണ്. ഇതിൽ നല്ല വീഡിയോ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബൈ 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 ബൈ.